എപ്പിസോഡിൻ്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ നമ്മുടെ വേൾഡ് ഫേമസ് ലെജൻഡ് ആയിട്ടുള്ള ഡോക്ടർ വേഗ് ഓഫ് പങ്ക് ആൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ആ എൽഡർ ആണെങ്കിൽ യാതൊരു ദാക്ഷിണ്യവും കാണിക്കാതെ അത്രയും കാലം ഗവൺമെന്റിന് വേണ്ടി വർക്ക് ചെയ്ത ഡോക്ടർ വേഗ് ഓഫ് പങ്കിനെ തല്ലി കൊന്നു. ആൾക്കാണെങ്കിൽ ഇപ്പോൾ അനക്കമില്ല. ആളുടെ അവസാനത്തെ ഹാർട്ട് ബീറ്റ് അതും നിന്ന് കഴിയുമ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ അതങ്ങനെ, ഇപ്പോൾ ഒരു ഓഡിയോ അതങ്ങനെ എല്ലാ സ്നേഹികളിലേക്കും കണക്റ്റായി ടെലികാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ വേഗ് ഓഫ് പങ്ക് ആണെങ്കിൽ വളരെ മുൻപ് തന്നെ ബുദ്ധിപരമായി സെറ്റ് ചെയ്ത ഒരു കാര്യമാണത്. ലോകത്തെ അറിയിക്കാനുള്ള ആ വലിയ രഹസ്യം അത് ആൾ മരിച്ചതിന് ശേഷമാണ് ഈ ലോകം അറിയാൻ പാടുള്ളൂ എന്ന് അദ്ദേഹത്തിന് നിർബന്ധം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതറിയേണ്ട സമയമാണ്. അതിനുവേണ്ടി അദ്ദേഹം മുഴുവൻ കഴിവും അറിവും എല്ലാം ഉപയോഗിച്ച് ലോകത്തുള്ള സ്നേഹികളുടെ എല്ലാം ഹൈ ഫ്രീക്വൻസി കണക്ടിവിറ്റി കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു ശബ്ദം പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങുക. എല്ലാ സ്നേഹിലൂടെയും അദ്ദേഹത്തിൻ്റെ ശബ്ദം പുറത്തേക്ക് വരികയാണ്. ഓരോരോ ഭാഗത്തുള്ളവർ സ്നേഹിൽ നിന്ന് കേൾക്കുന്ന വാക്കുകൾ കേട്ട് ഞെട്ടാനായിട്ട് തുടങ്ങും. ഇവിടെ നേവിക്കാർക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവരാണെങ്കിൽ അവരുടെ മുമ്പിലുള്ള സ്നേഹിൽ അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷേ അവരുടെ മുമ്പിലുള്ള സ്നേഹിൽ അത് മാത്രം സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ലോകത്തുള്ള എല്ലാ സ്നേഹിലൂടെയും ഇപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ പാസ്സായിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് ഹയർ അതോറിറ്റിക്കും എൽഡേഴ്സിനും സോൾജിയേഴ്സിനും എല്ലാവർക്കും അവരുടെ ടെൻഷനും ഹാർട്ട് ബീറ്റും ഒരുപോലെ കൂടിക്കൂടി വരും. കാരണം ഇത്രയും കാലവും പേടിച്ചിരുന്ന ആ ഒരു വലിയ രഹസ്യം അതാണ് ഇപ്പോൾ ഡോക്ടർ വേഗ് ഓഫ് പങ്കിന്റെ നാവിലൂടെ പുറത്തേക്ക് വരാനായിട്ട് പോകുന്നത്. അത് ലോകം അറിഞ്ഞാൽ നേവിക്കാരെ ലോകത്തുള്ളവരെല്ലാവരും ചേർന്ന് ഇല്ലാതാക്കും. സോ അതാണ് ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത്. കട്ട് ചെയ്ത സാഞ്ചി ആണെങ്കിൽ അവന്റെ ഡിവൈസിലൂടെ ഇപ്പൊ ഡോക്ടർ വേഗ് ഓഫ് പങ്കിന്റെ ശബ്ദം കേൾക്കുകയാണ്. ഓ നോ, ഇദ്ദേഹം മരിച്ചില്ലേ, ഇദ്ദേഹം ഇപ്പോഴും ജീവനോട് കൂടെ ഉണ്ടോ എന്ന് അവൻ ചിന്തിക്കും. ആക്ച്വലി അവർക്കറിയില്ല അദ്ദേഹത്തിന്റെ മരണശേഷം ഇങ്ങനൊരു കാര്യം അദ്ദേഹം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യം. മറ്റൊരു ഭാഗത്ത് ലൂഫിക്കാണെങ്കിൽ ഇപ്പൊ അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഒരുപാട് ആശ്വാസം. അവനും ആൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തെറ്റിദ്ധരിക്കും. അവന്റെ ഒരു കയ്യില് ആ എൽഡറും മറ്റൊരു കയ്യില് കിസറും ഉണ്ട്. സോ ചെറിയൊരു അശ്രദ്ധ സംഭവിച്ച അവർ രണ്ടുപേരും അവന്റെ കൈവിട്ടു പോകും. മറ്റൊരു ഭാഗത്ത് ഉസോപ്പും നാമിയും അവർ രണ്ടുപേരും ഇപ്പൊ ഡോക്ടർ വേഗ് ഓഫ് പങ്കിന്റെ ശബ്ദം കേട്ട് കൂടുതൽ ടെൻസ്ഡ് ആവും. ഓ നോ, ഇദ്ദേഹത്തെ സേവ് ചെയ്യാനാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ സേവ് ചെയ്ത് ഇവിടെ നയിക്കാത്തത്? സംസാരിച്ചുകൊണ്ടിരുന്ന ആ വില്ലന്മാരെല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ ഇല്ലാതാക്കും. എത്രയും വേഗം അദ്ദേഹത്തെ കണ്ടെത്തി ഇവിടുന്ന് കൊണ്ടുപോകണം ചിന്തിച്ച് അവർ അതിനുള്ള കാര്യങ്ങൾ നീക്കും. ഒപ്പറിനാണെങ്കിൽ ഏകദേശം കാര്യം മനസ്സിലാവും. എങ്കിലും അവന്റെ സംശയം കൊണ്ട് അടുത്തുണ്ടായിരുന്ന ജൂനിയർ വേഗ് ഓഫ് പങ്കിനോട് യഥാർത്ഥ വേഗ് ഓഫ് പങ്ക് അദ്ദേഹം മരിച്ചിട്ടില്ലെന്ന് ചോദിക്കും. അതിനവൻ പറയും 100% അദ്ദേഹം മരിച്ചു. പക്ഷെ ഇപ്പൊ നടക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മറ്റൊരു ഭാഗത്താണെങ്കിൽ ആ ജയൻസുകൾക്ക് ഭയങ്കര സന്തോഷം. കാരണം ഡോക്ടർ വേഗ് ഓഫ് പങ്ക് ഇപ്പോഴും അലൈവാണ്. കാര്യമായിട്ട് അദ്ദേഹം ഈ ലോകത്തെ അറിയിക്കാൻ പോവാണ്. അവരാണെങ്കിൽ ലൂഫിയെ കാണാനായി മുൻപോട്ടേക്ക് വരും. ആ മറൈൻ ഫോഴ്സ് അവർ അറ്റാക്ക് ചെയ്യും. പക്ഷേ മറൈൻ ടീമിന്റെ അറ്റാക്കുകൾ ഒന്നും തന്നെ അവന്റെ ബോഡിയിൽ യാതൊരു ഇമ്പാക്റ്റും ക്രിയേറ്റ് ചെയ്യില്ല. മറ്റൊരു ഭാഗത്ത് അതേസമയം ഡോക്ടർ വേഗ് ഓഫ് പങ്ക് ആണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എല്ലാ കാര്യങ്ങളും എടുത്തു പറയില്ല. ഒരല്പസമയം എല്ലാവർക്കും സമയം കൊടുക്കും. കാരണം ആ ഒരു സ്നെയിലൂടെ വരുന്ന ഇൻഫർമേഷൻ എല്ലാവരും ശ്രദ്ധാപൂർവം കേൾക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ നാനാ ഭാഗത്തുള്ളവരെല്ലാവരും ഇപ്പൊ ശ്രദ്ധാപൂർവം സ്നെയിലിൽ കാതോർത്തിരിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ ഹാപ്പി ആയിട്ട് ആ എൽഡറിനെയും കിസറുവിനെയും അവർ രണ്ടുപേരെയും തല്ലി കൊന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ആ ബാക്കിയുള്ള എൽഡേഴ്സ് അവരാണെങ്കിൽ ഈ ഒരു ബ്രോഡ്കാസ്റ്റ് കേട്ട് ഞെട്ടും. അവസാനമായിട്ട് കിസറു വേഗ് ഓഫ് പങ്കിനെ കൊന്നു എന്നുള്ള ഇൻഫർമേഷൻ വരെ കിട്ടിയതാണ്. പിന്നെ എങ്ങനെ ഈ ഒരു ന്യൂസ് ഇപ്പൊ സ്പ്രെഡായി? പോയ ഡോക്ടർ വേഗ് ഓഫ് പങ്ക് എങ്ങനെ ഇപ്പൊ സ്നെയിലൂടെ ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു എന്ന് ചിന്തിച്ച് അവരാണെങ്കിൽ ഷോക്കായിട്ട് നിൽക്കും. അവരാണെങ്കിൽ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്ത് കാര്യം മനസ്സിലാക്കും. അതായത് ഡോക്ടർ വേഗ് ഓഫ് പങ്കിന്റെ മരണത്തിലൂടെ മാത്രമാണ് ഈ ഒരു ഇൻഫർമേഷൻ പുറത്തു വരിക. അത്തരത്തിലാണ് ആളത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കൗണ്ട് ഡൗൺ 9 മിനിറ്റ് മാത്രമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുള്ളിൽ ആ ഒരു ഡിവൈസ് അത് നശിപ്പിച്ച് കളയണം. അതല്ല എങ്കിൽ എല്ലാ രഹസ്യങ്ങളും എല്ലാവരും അറിയും. റെഡ് ഐലാൻഡ് ആണെങ്കിൽ ഓൾറെഡി ഫുള്ളായിട്ടും കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവിടേക്ക് എത്തുക എന്നതും ആ ഒരു സിസ്റ്റം നശിപ്പിക്കുക എന്നതും വളരെ പ്രയാസമേറിയ കാര്യമാണ്. കട്ട് ചെയ്താ ഇപ്പോൾ ഓരോരോ ഐലാൻഡുകൾ കാണിക്കും. ടെസ്റോസയിൽ ജനങ്ങളെല്ലാവരും ഡോക്ടർ വേഗ് ഓഫ് പങ്കിന്റെ വെളിപ്പെടുത്തൽ അതെന്താണെന്ന് അറിയാനായിട്ട് കാതോർത്തിരിക്കുകയാണ്. വേക്ക, ഗ്ലാഡിയേറ്റർ, അതുപോലെ തന്നെ ലിറ്റിൽ പീപ്പിൾസ് അവരെല്ലാവരും ഇപ്പൊ വലിയ വലിയ സ്നേഹിലൊക്കെ കണക്ട് ചെയ്ത് ആ ഒരു ഇൻഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ നമ്മുടെ കപ്പവുമാണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആവും. കാരണം ലൂഫിയാണ് ഡോക്ടർ വേഗ് ഓഫ് പങ്കിനെ പിടിച്ചു വെച്ചിരിക്കുന്ന ന്യൂസ്. ഇതാണ് അവർക്കും കിട്ടിയിരിക്കുന്നത്. റബേക്കയാണെങ്കിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. ഒക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഏകദേശം അവർക്ക് കാര്യം പിടികിട്ടും. കട്ട് ചെയ്താ ഇപ്പൊ ലൂഫിയുടെ ഐലാൻഡ് കേൾക്കും. ലൂഫിയുടെ ഐലാൻഡ് കാണിക്കും. അവിടെയാണെങ്കിൽ എല്ലാവരും
നടക്കുന്ന സംഭവങ്ങൾ അതെന്താണെന്ന് അറിയാനായിട്ട് ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് ലൂഫിക്ക്. അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ, അവൻ വീണ്ടും എന്തെങ്കിലും പ്രശ്നങ്ങളിൽ ചെന്ന് ചാടിയിട്ടുണ്ടാവോ, അതൊക്കെ ആയിരിക്കും അവരുടെ ഇപ്പോഴത്തെ കൺസേൺ. അവരാണെങ്കിൽ വീഡിയോ ട്രാൻസ്പോർട്ടർ സ്നെയിലിന് വേണ്ടി അവരുടെ മേയറിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യും. ആളുടെ കയ്യിൽ മാത്രമേ അത്തരത്തിലൊന്നുള്ളൂ. പക്ഷെ ആ മേയർ ആളത്ര നല്ല ആളല്ല. അതുകൊണ്ട് തന്നെ അവരോട് എല്ലാവരോടും പണം ചോദിക്കുകയാണ്. പണമില്ലാത്തവരോട് അവിടുന്ന് ഇറങ്ങി പോകാനായിട്ട് പറയും. കട്ട് ചെയ്ത ഗ്രാൻഡ് ലൈനിലുള്ള ഒരു ഐലാൻഡ് കാണിക്കും. അവിടുത്തെ മേയറാണെങ്കിൽ അസിസ്റ്റന്റിനോട് വേഗ് ഓഫ് പങ്ക് ആള് ലോകത്തോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതെല്ലാവരും അറിയാനായിട്ട് വലിയ വലിയ ട്രാൻസ്പോർട്ടർ സ്നെയിലുകൾ അത് സെറ്റ് ചെയ്യാനായിട്ട് അസിസ്റ്റന്റിന്റെ അടുത്ത് പറയും. കട്ട് ചെയ്ത ഇവിടെ മോർഗന്റെ ഓഫീസ് കാണിക്കും. അവിടെയാണെങ്കിൽ വിവി അവൾ ഈ ന്യൂസ് അറിഞ്ഞ് ആകെ ഷോക്ക് ആവുകയാണ്. കാരണം ഓൾറെഡി ബസ്റ്റർ കോൾ ലൂഫിയുള്ള ഐലാൻഡിൽ ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തതാണ്. ലൂഫിക്കൊന്നും സംഭവിക്കരുതെന്ന് മാത്രമായിരിക്കും അവൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഡ്രാഗൺ ആൻഡ് ടീം അവരും ഈ ഒരു ന്യൂസ് കേട്ട് ആകെ ഭയപ്പെട്ട് ഞെട്ടലോടുകൂടെ അത് കേട്ട് നിൽക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് കെട്ട്ഹെഡ് ഐലാൻഡിൽ അവിടെ ഉണ്ടായിരുന്ന ജയൻസ് എല്ലാം പറ്റിയ ഓരോരുത്തരായിട്ട് സേഫ് ആക്കി അവരുടെ കപ്പലിലേക്ക് തന്നെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആണെങ്കിൽ അവരുടെ ആ കപ്പൽ കണ്ട് ഷോക്ക് ആവുകയാണ്. ജയൻസിന്റെ കപ്പലുകൾ അത് വളരെ വലുതാണ്. ഇതെങ്ങനെ ഇവർ ക്രിയേറ്റ് ചെയ്തു എന്ന് അറിയാതെ അവ വണ്ടർ അടിക്കും. അതേസമയം ബോണി ഇപ്പോൾ ഒരുപാട് വിഷമത്തിൽ സാഡായിട്ട് അങ്ങനെ തല താഴ്ത്തി നിൽക്കുകയാണ്. അവരെല്ലാവരും ഇപ്പൊ കപ്പലിന്റെ അടുത്തേക്ക് എത്തി. പക്ഷെ ലൂഫി ആൻഡ് ടീം വേഗ് ഓഫ് പങ്ക് അവരാരും അവിടേക്ക് എത്തിയിട്ടില്ല. അവരുടെ ലൈഫ് അതെന്തായി തീരുമെന്നുള്ള ആദ്യമാണ് അവൾക്കുള്ളത്. കട്ട് ചെയ്ത ഇവിടെ ലൂഫി അവനാണെങ്കിൽ കിസറുവിനെയും ആ എൽഡറിനെയും രണ്ടുപേരെ അവന്റെ കൈ ചുരുട്ടി പിടിക്കും. കിസറു ആണെങ്കിൽ അവന്റെ കണ്ണുപയോഗിച്ച് ബീമുകൾ ലൂഫിക്ക് നേരെ അയച്ചുകൊണ്ടേയിരിക്കും. അതിൽ കലിപൂണ്ട ലൂഫി ആണെങ്കിൽ ഇപ്പൊ അവരെ രണ്ടുപേരെയും ചുരുട്ടി നിലത്തൊരൊറ്റയാട്ടി. ഒരു അടിയുടെ ഇമ്പാക്റ്റിൽ അവർ രണ്ടുപേരും പേപ്പർ പോലെ ആവുകയാണ്. ലൂഫി ആണെങ്കിൽ അവർ രണ്ടുപേരെ വലിച്ചെറിയും. നിങ്ങളെ ദ്വീപിന് പുറത്തേക്ക് പോകണം, എന്റെ ഫ്രണ്ട്സിനും ഉള്ളവർക്കും രക്ഷപ്പെട്ടേ പറ്റൂന്ന് പറഞ്ഞ് ലൂഫി അവരെ ഒരുപാട് ദൂരേക്ക് വലിച്ചെറിയും. പക്ഷെ എന്താ ലൂഫിയുടെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് കിസറു ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു നേവി കപ്പലിൽ പോയി പതിക്കുകയാണ്. അവൻ വീണ വീഴ്ചയിൽ ആ കപ്പൽ തന്നെ തകർന്നു പോകും. ലൂഫി ആ കാര്യങ്ങളെല്ലാം ബൈനോക്കുലറിൽ നോക്കുന്നത് പോലെ ഉള്ളിലേക്ക് എടുത്തു ചാടി നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനുശേഷം ലൂഫി ആണെങ്കിൽ ആ എൽഡറിനെ ശ്രദ്ധിക്കും. ആളാണെങ്കിൽ കടലിൽ പോയി അടിച്ചു വീഴും. പക്ഷെ ലൂഫിക്ക് ഒരു വമ്പൻ ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് എൽഡർ ഞൊടിയിടയിൽ ബാക്ക് ടു നോർമലായി മാറി ഇപ്പൊ ലൂഫിക്ക് നേരെ പാഞ്ഞടുത്ത് ലൂഫിയെ അറഞ്ചം പുറഞ്ച് അടിക്കുകയാണ്. അതേസമയം ബാക്കിയുള്ള എൽഡേഴ്സ് അവരാണെങ്കിൽ സാറ്റിൻ എൽഡറിനെ കോണ്ടാക്ട് ചെയ്ത് നടക്കുന്ന കാര്യത്തിന്റെ സീരിയസ്നെസ് അത് പറഞ്ഞു ബോധ്യപ്പെടുത്തും. ഇനി കുറച്ച് മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിന്റെ ഉള്ളിൽ ഡോക്ടർ വേഗ് ഓഫ് പങ്കിന്റെ ആ ഒരു കണക്ടിവിറ്റി അതെങ്ങനെയെങ്കിലും നശിപ്പിക്കണം. അതിന് സാറ്റൺ പറയും ആദ്യം ഈ ലൂഫിയെ നശിപ്പിക്കണം, അല്ലാതെ ഇത് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ലൂഫിയെ പിടിച്ചു വലിച്ച് അറഞ്ചും പുറഞ്ഞും തല്ലും. അതിനുശേഷം ലൂഫിയോട് പറയും ഞാൻ ബാക്കിയുള്ള എൽഡേഴ്സിനെയും ഇവിടേക്ക് സമൻ ചെയ്യാൻ പോവാണ്. അവരെല്ലാവരും ചേർന്ന് ഇതിന് ഒരു തീരുമാനം ഉണ്ടാക്കുമെന്ന് പറയും. ലൂഫിക്കാണെങ്കിൽ അവന്റെ ഹാർട്ട് ബീറ്റ് കൂടും. കാരണം അവരെല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഒരു എൽഡറിനെ ഇത്രയധികം കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നത്. ബാക്കിയുള്ള എല്ലാവരും അവിടേക്ക് വന്നാൽ അവൻ അവരുടെ കൈവിട്ട് പോകും. സോ ഇനി എന്ത് ചെയ്യുന്ന അറിയാതെ അവൻ കൺഫ്യൂസ്ഡ് ആവുകയാണ്. ലൂഫി നോക്കി നിൽക്കുന്ന അടുത്ത നിമിഷം തന്നെ ഒരുപാട് എനർജി അതങ്ങനെ അവിടെ റിലീസായി ആ 5 എൽഡേഴ്സ് അവരവിടേക്ക് വരാൻ തുടങ്ങുകയാണ്.